ഉണ്ടാക്കിയത്. സലഫി ചിന്തക്കാരും ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന, ബ്രദർഹുഡ് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ വിഭാഗവും ഈ കക്ഷികളല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ കുഴപ്പത്തിന്റെയും ഉത്തരവാദി എന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്ക്. ഈജിപ്തിൽ നടന്ന കുഴപ്പം ആരാണ്? അവിടെ ബ്രദർഹുഡിന്റെ ആളുകൾ ആദ്യമായി നല്ല വഅദ് പറഞ്ഞു, നല്ല ഖുർആനും ഹദീസും ഓതി സംസാരിച്ചു. പാവപ്പെട്ട ജനങ്ങൾ ഇവർ നല്ലവരാണെന്ന് കരുതി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഭരണം കയ്യിൽ കിട്ടി. 6 മാസത്തിന് മുമ്പ് ഈജിപ്തിലെ മുഴുവൻ പെട്രോളും മുഴുവൻ കരണ്ടും മുഴുവൻ വരുമാനങ്ങളും പകുതിയിലധികവും ഇസ്രായേലിന് കൈമാറ്റം ചെയ്തു. ഇസ്രായേലിന് ജൂതന്മാർക്ക് കൊടുക്കാനുള്ള കരാറായി. ആ സമയത്താണ് ഈജിപ്തിലെ ജനങ്ങൾ ചടകുടഞ്ഞ് എഴുതിയിട്ട് ഈ തീവ്രവാദികളെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെ തുടച്ചു നീക്കി. ഞാൻ പറയുന്നത് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത ഈ പുത്തൻ വാദികളും പ്രസ്ഥാനക്കാരും മുഴുവനും ഇവിടെ കുഴപ്പത്തിന്റെ തിരി കൊളുത്തുന്നവരാണ്. അവരിലൂടെ അല്ലാതെ എവിടെയും ഈ കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്ന് സൗദിയിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ ജയിലിൽ അടക്കപ്പെട്ടവർ ആരാണ്? ഈജിപ്തിൽ ആരാണ് ജയിലിൽ അടക്കപ്പെട്ടത്? അതുപോലെ സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയവരാരാണ്? ജോർദാനിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവരാരാണ്? അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് പർദ്ദയും മുഖമക്കലയും വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് ഇസ്ലാമിന്റെ ഒരു ഷിയാറാണ്, ഇസ്ലാമിന്റെ അടയാളമാണ്, നല്ല കാര്യമല്ലേ ഇവർ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ച് പലരും അവിടുത്തെ താലിബാനെ അനുകൂലിച്ചു പോയെങ്കിൽ പിന്നീട് ആ താലിബാന്റെ അവസ്ഥ അവർ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ, ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന കക്ഷിയാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു മനുഷ്യനെ വിവരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ആരാണ്? അവൻ മരണപ്പെട്ടതിന് ശേഷം അവനെ കുഴിച്ചിട്ടു. നേരം വെളുക്കുമ്പോഴേക്ക് ഭൂമിയിൽ നിന്ന് പുറത്തു വന്നു പോയി. മംബൂദ് മിനൽ അർള്. അടുത്ത ദിവസം വീണ്ടും കുടിച്ചിട്ടു, കുറച്ചുകൂടി ആഴം കൂട്ടിയിട്ട് പിന്നെയും പുറത്തു പോയി. 3-ാമത്തെ ദിവസം അവരെ കൊണ്ട് കഴിയുന്ന അത്ര ആഴം കൂട്ടി കബർ കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുടിച്ചിട്ടു. എന്നിട്ട് കാവൽ നിന്നു. ആരാണ് ഇത് മാന്തിക്കൊണ്ടു പോകുന്നത് എന്ന് നോക്കാൻ. അവർ പറഞ്ഞിരുന്നു മുഹമ്മദിന്റെ അനുയായികളാണ് ഇത് മാന്തിക്കൊണ്ട് പുറത്തിടുന്നത് എന്ന്. 3-ാമത്തെ ദിവസം അവർ കാവൽ നിന്നു. സഹോദരങ്ങളെ, നേരം വെളുക്കുമ്പോക്ക് ഈ ശവം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഏതാനും ചില വരികളൊക്കെ അവിടത്തേക്ക് എഴുതി കൊടുത്ത ആ മനുഷ്യൻ ലം യഖുൽ മുഹമ്മദുൻ ഇല്ലാ മാ കതബ്തു, ഞാൻ എഴുതി കൊടുത്തതല്ലാതെ മുഹമ്മദ് സംസാരിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് ഇവിടെ പറയുന്നത് മുഴുവനും ഞാൻ എഴുതി കൊടുത്തതാണ് എന്ന് ഈ കപട വിശ്വാസി പറഞ്ഞിരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഫഇന്നഹു ലാ തഖ്ബലുൽ അർളു, അവനെ ഭൂമി സ്വീകരിക്കൂല, ഭൂമിയുടെ ഉള്ളിൽ അവന് കിടക്കാൻ ഭൂമി സ്വീകരിക്കൂല. അങ്ങനത്തെ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ ശേഷമുണ്ടായ സംഭവം. 3 ദിവസവും കുഴിച്ചിട്ട്
പുറത്തു വന്ന് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാരും എടുത്തിട്ടതല്ല, ഇത് ഭൂമിയിൽ നിൽക്കാത്തതാണ്, അങ്ങനെ ഞാൻ എഴുതി കൊടുത്തതാണ് എന്ന് പറയുന്ന മുനാഫിക്ക് അന്ന് തുടങ്ങിയതാ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരായി പോകണ്ട. ആരെയെല്ലാം ചതിച്ചു. ഇവിടെ പണ്ഡിതന്മാരെ ചതിക്കാൻ വന്ന മുനാഫിക്കുകൾ ഏത് കാലവും ഉണ്ട്. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാം, തലവനായ ഇമാം. ആ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ലക്ഷോപിലക്ഷം ജനങ്ങൾ ഇന്നും ലോകത്തുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളവും തമിഴ്നാടിലെ ചില ഭാഗവും കൊങ്കിണിയിലെ ഭാഗവും ഇത് കഴിച്ചാൽ ബാക്കി ഇന്ത്യ രാജ്യത്തിലുള്ള ജനലക്ഷങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച് നടക്കുന്നവരാണ്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, എനിക്ക് വല്ല വിഷമവും വന്നാൽ, കൂടുതൽ വല്ല വിഷമങ്ങളും സംഭവിച്ചാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ച് ഉടനെ തന്നെ ഇമാം അബൂ ഹനീഫയുടെ ഖബറിന്റെ അടുത്ത് പോകും. അവിടെ വെച്ച് ഖബർ സിയാറത്ത് ചെയ്ത് ഞാൻ ദുആ ചെയ്യും. എന്നാൽ എൻ്റെ ഹാജത്ത് വീട്ടിയിട്ടല്ലാതെ ഞാൻ അവിടുന്ന് മടങ്ങിയിട്ടില്ലെന്ന് ലോകപ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അത്രയും വലിയ പ്രഗത്ഭരായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾക്കെതിരായി ഇവിടെ അദ്ദേഹം ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തി ഞങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് പോലെ അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 100 പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫക്കെതിരായി പറഞ്ഞിട്ടുണ്ടെന്നും ഇമാം അബൂ ഹനീഫ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളാണ് എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരിൽ ഒരു ഗ്രന്ഥം തന്നെ കിതാബ് സുന്നത്ത് എന്ന് പേര് വെച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ ശത്രുക്കൾ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇമാം അബൂ ഹനീഫ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ കിതാബ് സുന്നത്ത് ഉണ്ട്. അതിൽ ഇമാമുൽ അഅ്ളമിനെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ അതേ പേരിന്റെ കള്ളത്തരത്തിൽ മറ്റൊരു ഗ്രന്ഥമുണ്ടാക്കി പറയാത്ത വാക്കുകൾ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫ ഇസ്ലാം എന്ന് വ്യതിചലിച്ചതാണെന്ന് ഈ 100 പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്രന്ഥമുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന സംഭവം ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇബാന ഫീ ഉസൂലിദ് ദിയാന എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഇമാം അബൂ ഹനീഫയെ സംബന്ധിച്ച് ചിലർ തെറ്റായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇമാം അബൂ ഹനീഫ ഇമാം അബൂ ഹനീഫ അതിൽ നിന്ന് പരിശുദ്ധനാണ്. വഇന്നഹു മിൻ അക്ബരി അയിമ്മത്തി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ഇമാമുകളിൽപ്പെട്ട ആളാണ് എന്ന് അബുൽ ഹസനുൽ അശ്അരി തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ വാചകം കട്ടുകൊണ്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളാണെന്ന് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥവും ഇവിടെയുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഫജ്റിന്റെ മുമ്പ് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന്, അബൂ ഹനീഫ നീ എവിടേക്കാണ് പോകുന്നത്? ഈ പെണ്ണ് നീ വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അതുമായി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കാനും പരിഹസിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ആ മുനാഫിക്കൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
സഹീഹുൽ ബുഖാരി എഴുതിയതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ക്ഷണിച്ചു കൊണ്ടുപോയി കിതാബ് പഠിക്കാനുള്ള ചിലവിന് കുറച്ച് സ്വർണങ്ങൾ കൊടുത്തു. ആ കൊടുത്തത് ഒരു കള്ളൻ കണ്ടുപിടിച്ചു. അത് പൊതിച്ചു കൊടുത്ത പൊതി അവൻ പഠിച്ചു. അങ്ങനെ വഴിമധ്യേ ഒരു കടവ് കടക്കാനുണ്ട്, തോണി കടക്കാനുണ്ട്. അവിടെ എത്തിയപ്പോൾ ഇവൻ വന്നിട്ട് പറയുന്നു, അതാ ഒരാൾ എൻ്റെ ഇത്ര സ്വർണം ഇന്ന നിലക്കുള്ള പൊതിയായിട്ട് വന്നിട്ടുണ്ട്, അയാളെ പിടിക്കണം. തോണിക്കാരൻ എല്ലാവരെയും പരിശോധിക്കാൻ തുടങ്ങി. ഇമാമുൽമിൻ്റെ അടുത്തെത്തൂന്ന് കണ്ടപ്പോൾ ആ സ്വർണം കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സഹോദരന്മാരെ, ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് ഉസ്താദെ അവിടുന്ന് എറിഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, മക്കളെ, ഈ കള്ളൻ ഞാൻ ഇത് വാങ്ങുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടതല്ലേ, അവൻ പറഞ്ഞ വസ്തുക്കളൊക്കെ ശരിയാണല്ലോ, ഇത് കാണുമ്പോൾ ഞാൻ കള്ളനാണെന്ന് വിധിക്കുകയും ഈ സ്വർണം അവന് കൊടുക്കുകയും ചെയ്യും. എന്നാൽ സ്വർണം പോകുന്നതേ അല്ല പേടി, ആ വിധി പറയുന്നത് തോണി കടന്നിങ്ങനെ പോകുന്ന ആളുകളൊക്കെ കേൾക്കും. ഇമാം ബുഖാരി കട്ടു എന്ന് പറയും. പിന്നീട് അത് തിരുത്താൻ സാധിക്കും. ഈ തന്നവരെ കൊണ്ടുവന്ന് പരിശോധന നടത്തി തെളിത്താൻ കഴിയും. പക്ഷേ തിരുത്തിയാലും നേരത്തെ കേട്ടവർക്ക് അത് കേൾപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു തെറ്റായ വിശ്വാസമുണ്ടാകണ്ട എന്ന് കരുതി ഞാൻ വലിച്ചെറിഞ്ഞതാണെന്ന് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ഇവിടെ കഴിഞ്ഞുപോയ അയിമ്മത്തുകളെയും സംബന്ധിച്ച് പറയുകയും ചെയ്ത കാപഢ്യമുള്ള ധാരാളം ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷെയർ മുബാറക്കിനെ സംബന്ധിച്ചും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥലത്ത് ഷെയർ മുബാറക്കുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ നിന്നും വെല്ലൂർ ലത്തീഫയിൽ നിന്നും എല്ലാം ഈ ഷെയർ മുബാറക്ക് പ്രദർശിപ്പിക്കാറുണ്ട്. ആ ഷെയർ മുബാറക്ക് ഇട്ട വെള്ളം കുടിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് കൊണ്ടുവന്ന 2 കുപ്പി വെള്ളമല്ലേ നമ്മളെ ചീത്ത പറയുന്ന ആളുകൾ 25,000 ഉറുപ്പികയേ ഉള്ളൂ, ഇത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ സഹോദരങ്ങളെ? ഞങ്ങൾ ഇന്ന് വരെ അതിന് 10 പൈസ വാങ്ങിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മുഴുക്കെ മഹത്വമുള്ളതാണ്. ഞാൻ നീട്ടിപ്പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 1,24,000 2,24,000 അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ ഒരു നബിയെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ. അള്ളാഹു ഖുർആനിലൂടെ സത്യം ചെയ്യുന്നതൊക്കെ ശറഫാക്കപ്പെട്ട വസ്തുക്കളാണല്ലോ. ഇപ്പോൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 ഒന്നാമത്തെ 10 വളരെ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ് ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 രാവുകളെ അള്ളാഹു എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. ജനങ്ങളൊക്കെ ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 ദിവസം പ്രത്യേകിച്ചും ബഹുമാനിക്കുകയും രാത്രി സമയത്ത് കൂടുതൽ ദിക്ർ ചെല്ലുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാൻ വളരെ പുണ്യമായ രാത്രികളാണ് ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 എന്നറിയിക്കാൻ അള്ളാഹു തആല സത്യം ചെയ്തിട്ടുണ്ട് ഖുർആനിൽ. അതുപോലെ വൽ അസ്രി എന്ന് സമയം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. സമയം വളരെ വലുതാണ് മക്കളെ. സമയം നിങ്ങൾ വെറുതെ ചെലവഴിക്കല്ലേ. ചെലവഴിച്ചാൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പരിഹരിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സമയത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണമെന്ന് അള്ളാഹു തആല അറിയിച്ചുകൊണ്ട് വൽ അസ്രി എന്ന് സത്യം ചെയ്തു. അതുപോലെ അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്ത ഓരോന്നിനും മഹത്വങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മാത്രമാണ് അള്ളാഹു തആല സത്യം ചെയ്തത്. അള്ളാഹു പറയുന്നു, ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅബഹൂൻ ലഅംറുക ഉഖ്സിമു ബിക യാ റസൂലല്ലാഹ്
ഉഖ്സിമു ബിജസദിക വജിസ്മിക വബദനിക വഅഅളാഇക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ ശരീരം കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള ഷഅറിന് മഹത്വമുണ്ട്, അവിടുത്തെ കൈനഖത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ വിയർപ്പിന് മഹത്വമുണ്ട്, അവിടുത്തെ ശരീരത്തിന് മറ്റുള്ളവർക്കില്ലാത്ത മഹത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷഅർ മുബാറക്ക് കളഞ്ഞു, ഹുദൈബിയയിൽ വെച്ച് കളഞ്ഞു. അന്ന് നീളമുള്ള മുടിയാണ്, ഹുദൈബിയയിൽ വെച്ച് കളഞ്ഞു. ഇവിടം മുതൽ ഇവിടം വരെയുള്ള മുടി, ഇവിടം മുതൽ ഇവിടം വരെ കാതിൻ്റെ കുന്ന് വരെ അവിടുന്ന് അങ്ങോട്ട് നീട്ടാൻ പുരുഷന്മാർക്ക് പാടില്ല. ആ നീളമുള്ള മുടി കളഞ്ഞ് ഒരു മരത്തിൻ്റെ കട്ടിൻ്റെ മുകളിൽ വെച്ചു. സഹാബികൾ അതെടുത്തു, അതിനെ ബഹുമാനിച്ചു, അതിനെ സൂക്ഷിച്ചു. ശേഷം ഉംറത്തുൽ ഖളാ എന്ന ഉംറ അടുത്ത വർഷം ചെയ്യാൻ പോയി. അന്നും അവിടുത്തെ ഷഅർ മുബാറക്ക് നീക്കി സഹാബികൾ അതെടുത്ത് സൂക്ഷിച്ചു. അടുത്ത് ജഅറാനത്ത് എന്ന സ്ഥലത്ത് പോയി ഒരിക്കൽ നബി ഉംറ ചെയ്തു വന്നു. ആ സമയത്ത് മുടി കളയുകയല്ല, വെട്ടുകയാണ് ചെയ്തത്. ആ വെട്ടിയതിൽ നിന്നും താഴെ വീണ മുടി സഹാബികൾ എടുത്ത് സൂക്ഷിച്ചു. ഹജ്ജത്തുൽ വദാഇൽ വന്നപ്പോൾ അതാ അവിടുത്തെ ഹജ്ജ് കഴിഞ്ഞ് മുടി കളയിക്കുകയാണ്. ആദ്യമായി വലഭാഗത്തെ മുടി കളയിക്കുന്നു. ആ മുടിയെടുത്തിട്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മർക്കസിലേക്ക് ഷഅർ മുബാറക്ക് തന്ന ഖസ്റജി അൻസാരി ഗോത്രക്കാരനാണ് അദ്ദേഹം. ഇന്ന് അൽ അൻസാർ സംഘടനയുടെ പ്രസിഡന്റാണ്. കുടുംബത്തിൽപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. രണ്ടാമതായി തലന്റെ മൂർധാവില് മുടി കളയാൻ ഒരുങ്ങിയപ്പോൾ കളഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്തിനി നാസിയതക യാ റസൂലല്ലാഹ്, അവിടുത്തെ ആ മൂർധാവിലുള്ള മുടി എനിക്ക് തരണം. ഖാലിദ് ബിൻ വലീദിന് കൊടുത്തു. മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ പടത്തൊപ്പിയിൽ അത് തുന്നിപ്പിടിപ്പിച്ചു. ഒരിക്കൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പടത്തൊപ്പി താഴെ വീണുപോയി. ഉടനെ തന്നെ താഴെ ഇറങ്ങിക്കൊണ്ട് ആ തൊപ്പി തെരയുകയാണ്. ബഹുമാനപ്പെട്ടവർ തൊപ്പി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹാബികൾ ചോദിക്കുന്നു, യുദ്ധം, ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ തൊപ്പി തെരയുന്നത് എന്ന്. സഹോദരങ്ങളെ, മഹാനവറുകൾ തൊപ്പി തെരഞ്ഞെടുത്ത് തലയിൽ വെച്ച ശേഷം പറയുന്നു, ഈ തൊപ്പിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ യുദ്ധത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. അസ്സൈഫുൽ മസ്ലൂൽ എന്ന പേര് വരെ ലഭ്യമായത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തെരഞ്ഞെടുത്തത്. രണ്ടാമതായി ആ പടത്തൊപ്പി താഴെ വീണുപോയപ്പോൾ ആരെങ്കിലും അത് ചവിട്ടിപ്പോയാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ ചവിട്ടിപ്പോകുമല്ലോ എന്നും എനിക്ക് ഭയമുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗ്രൻ അസൂയത്തിൻ്റെ നെറുകന്തലയിലുള്ള മൂർധാവിലുള്ള മുടി അതാ അവിടത്തേക്ക് കൊടുത്തതാണത്. മൂന്നാമതായി ഇടഭാഗത്തുള്ള ഷഅറും കളയിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ തന്നെ കൊടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, യഖ്സിംഹു ബൈനന്നാസ്. അതാ അബൂ തൽഹത്ത് ഹജ്ജത്തുൽ വദാഇലുള്ള 1,40,000 പരം വരുന്ന സഹാബികൾക്ക് വീതിച്ചു കൊടുത്തു, ഓഹരി ചെയ്തു കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ പുതിയ ചിന്താഗതിക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞങ്ങൾ പഴഞ്ചന്മാരാണ് എന്ന്. ഞങ്ങൾ പഴഞ്ചന്മാരല്ല, ഞങ്ങൾ പുതിയവരുമല്ല. ഞങ്ങൾ ഇസ്ലാമിനെ അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തുന്നവരും ബഹുമാനിക്കേണ്ടുന്ന വസ്തുക്കളെ ബഹുമാനിക്കുന്നവരും ആദരിക്കേണ്ടുന്ന വസ്തുക്കളെ ആദരിക്കുന്നവരുമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഈ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അള്ളിമൂ ശആഇറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ ശആഇറിനെ ബഹുമാനിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശആഇറിൽപ്പെട്ടതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ അത് ഓഹരി ചെയ്തു കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാം, ഇബ്നു സീരീൻ തങ്ങളുടെ കൈവശത്തിൽ ഒരു കഷ്ണം ഷഅർ മുബാറക് ഉണ്ടായിരുന്നു. ആ സാധനം വിൽക്കുമോ എന്ന് ചോദിച്ച് ആളുകൾ വന്ന് 90,000-ലധികം ദിർഹം വില പറഞ്ഞു. അവർ പറഞ്ഞു, ലോകമൊട്ടാകെ തന്നാലും ഞാനിത് വിൽക്കുകയില്ല, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷഅർ മുബാറക്കാണ്, ഇത് ഞാൻ വിൽക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ധരിച്ചത് നമുക്ക് കാണാം. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി, അവിടുത്തെ സഹധർമ്മിണി, അവിടുത്തെ തരുണീമണി, അതാ അവിടുത്തെ അടുക്കൽ രോഗികൾ വന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷഅറിൽ നിന്ന് ഏതാനും എടുത്ത് വെള്ളത്തിലിട്ട് അത് കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതല്ലേ സഹോദരങ്ങളെ. ഇത് ഞങ്ങൾ കൊണ്ടുവരുമ്പോഴേക്ക് മാത്രം എന്താണ് ഇത്ര എതിർപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് എൻ്റെ ശേഷം പേരോടിൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾക്കതൊരു ഉദാഹരണം കാണിച്ചു തരുന്നതാണ്. അല്ലാതെയും നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിക്കുന്ന CD ഞങ്ങൾ തയ്യാറാക്കി വരുന്നുണ്ട്. ഇവർ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ, ഇവർ അങ്ങേയറ്റം ചതിപ്രയോഗങ്ങൾ ചെയ്തത് ഇൻഷാ അല്ലാഹ് ആ CD-യിലൂടെ നിങ്ങൾക്ക് തികച്ചും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യം നിർവഹിക്കണം. ഒരു സഹോദരൻ ആ CD വിതരണം ചെയ്യുന്നതിലേക്ക് 1,00,000 ഉറുപ്പിക നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ ഇനിയും നിങ്ങൾ സ്പോൺസർ ചെയ്യണം. ഞങ്ങൾക്കിത് ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും കൊടുക്കണം. ഞങ്ങൾ കൊടുക്കുന്നത് സത്യം മാത്രമാണ്, ഹക്ക് മാത്രമാണ്. ഞങ്ങൾ ഒന്നും മറച്ചു വെക്കുന്നില്ല, വളച്ചു വെക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷഅർ എനിക്ക് ആരിൽ നിന്ന് ലഭിച്ചു, ആരിലൂടെ ലഭിച്ചു? അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ പോയി നോക്കൂ, ബോംബെയിലെ സക്കരിയ മസ്ജിദ്, അവിടെ